സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഇടിച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇടിച്ച ചമ്മന്തി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കാന്താരി മുളകും പിന്നെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട്. ഉണക്കച്ചെമ്മീൻ ഞാനിവിടെ എടുത്തിട്ടുള്ള പൊടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം വലിയതാണെങ്കിലും കുഴപ്പമില്ല. ആ വലുതാണെങ്കിൽ നമ്മൾ പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല. കുറച്ച് കുറച്ച് പീസുകളൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടും. പിന്നെ ഈ കാന്താരി മുളകിൻ്റെ സീസണായി കഴിയുമ്പം തറവാട്ട് വീട്ടിലും എല്ലാ ബന്ധുവീടുകളിലും അടുത്തടുത്തുള്ള എല്ലാ ബന്ധുവീടുകളിലും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഇടിച്ച ചമ്മന്തി. അപ്പം നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മളിത് എരിവില്ലാത്ത കറിയൊക്കെ ആണെങ്കിൽ പറയേ വേണം. ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു അപാര ടേസ്റ്റ്. അപ്പം നമുക്ക് ഇതുകൂടെ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണക്കച്ചെമ്മീനും കാന്താരി മുളകും റെഡി ആയിട്ടുണ്ട്. ഇത് പൊടിയായിട്ടുള്ള ഉണക്കച്ചെമ്മീനോട്ട് തീരെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉണക്കച്ചെമ്മീനാണ് ഇത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുത് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ വറുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ മിക്സിയിലിടുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ കഴിക്കുമ്പോൾ കിട്ടും. പിന്നെ കാന്താരി മുളക് ഒരു 15-20 കാന്താരി മുളകൊക്കെ എടുക്കാം. ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇതിന് എരിവുണ്ടെങ്കിലാണ് ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് നല്ലോണം കാന്താരി മുളക് ഇടുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ചൂടായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വറുക്കണം. ഇതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെടുത്തിട്ട് ഒരു മുറത്തിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് പാറ്റി കൊടുക്കുമ്പം ഇത് കണ്ടോ, അതിൻ്റെ ആ തോലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരും. അത് നമുക്കങ്ങ് മാറ്റണം. എന്നിട്ട് ആ കട്ടിയുള്ള ചെമ്മീൻ മാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂടോടുകൂടി പൊടിക്കരുത്. ഇതുപോലെ ഒന്ന് തണുക്കണം. നല്ലോണം തണുത്താൽ മാത്രമേ പൊടിക്കാവുള്ളൂ. ചൂടോടുകൂടി പൊടിക്കുകയാണെങ്കിൽ നമുക്കതിൽ തരി ഒന്നും കിട്ടില്ല. എല്ലാം ഒറ്റയടിക്കാനെ പൗഡറായി പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് മിക്സിയിലേക്ക് നമുക്ക് ഈ കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതേപോലെ പൊടിക്കണം. പൊടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചു പോകും. അതൊന്നും സാരമില്ല. ഇപ്പം നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചത് നല്ലോണം തണുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വേറെ ഒരു റിഫൈൻഡ് ഓയിലോ അങ്ങനെയൊന്നും ഒഴിച്ചു കൊടുക്കില്ല. അതിന് ടേസ്റ്റൊക്കെ മാറിപ്പോകും. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒറ്റ ഒരു അടി അടിക്കാവുള്ളൂ. ഒറ്റ ഒരു സെക്കൻഡ്. ഒരുപാട് സമയം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫുള്ളും പൗഡറായി പോവും. കഴിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവം കിട്ടൂല, ഒരു ടേസ്റ്റ് കിട്ടൂല. എന്നിട്ട് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന കാന്താരി മുളകൊക്കെ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെളിച്ചെണ്ണയും ഉപ്പും കാന്താരി മുളകും ചെമ്മീനും എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തരി പോലെ കിടക്കുന്നുണ്ട്. നമ്മുടെ ചെമ്മീനൊന്നും ശരിക്കും ഫുള്ള് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടിച്ചുകൊണ്ടാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാണ്ടാണ് നിങ്ങൾ മിക്സിയിൽ അടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് പൗഡർ പോലായിപ്പോൾ. എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് അതിങ്ങനെ ക്രിസ്പി ആയിട്ട് കുഞ്ഞു പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കല്ലേ, മിക്സിയിൽ ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കാന്താരി ഇടിച്ചത് റെഡിയായി. സാധാരണ ഇത് ഇടിച്ചെടുക്കാറാണ് കേട്ടോ. പക്ഷെ നമുക്ക് കല്ലൊന്നും ഇവിടെ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് മിക്സിയിലൊക്കെ വെച്ച് നമ്മൾ ഇടിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിലാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.